നമുക്ക് പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്ന കുറച്ച് സെന്റൻസുകളുടെ 2-3 സെന്റൻസുകൾ നോക്കാം. മെയിനായിട്ട് നമ്മൾ പറയുന്നതല്ലേ, ഫോൺ നോക്കരുത്. അതല്ല, ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എന്താ പറയാ, ദൂരെ പിടിക്കാൻ. കുട്ടികളെ അടുത്തൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പറയാം അല്ലെ, ഫോൺ ദൂരെ പിടിക്ക്, അല്ലെങ്കിൽ കണ്ണ് കേടാവും. അതല്ലെങ്കിൽ എന്താ പറയാ, ഫോൺ നോക്കി നിർത്തിയിട്ട് പോയി പഠിക്ക് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്ന നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഫോൺ നോക്കരുത് എന്ന് പറയാനായിട്ട് എങ്ങനെയാ, ഫോൺ ദേക്കോ മത്. ഫോൺ നോക്കരുത് എന്ന് പറയുന്നതാ. ദേഖന എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ നോക്കുക. ഇവിടെ ദേക്കോ മത്, മത്ത് എന്ന് പറഞ്ഞാൽ അരുത്. ഫോൺ ദേക്കോ മത്, ഫോൺ നോക്കരുത്. ഇനി നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചു നേരമൊക്കെ മക്കൾ നോക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയാ എന്തെന്ന്, ദൂരെ പിടിക്കുന്നു അല്ലെ. എങ്ങനെ പറയാ, ഫോൺ ദൂരെ പിടിക്കേ, ഫോൺ ദൂർ പക്കടോ. പക്കടന എന്ന് പറയുന്നതാണ് പിടിക്കുക എന്ന് പറയുന്നത്. ഇവിടെ പക്കടോ എന്ന് പറഞ്ഞാൽ എന്താ, പിടിക്കൂ. ദൂർ പക്കടോ, ദൂരെ പിടിക്കൂ. അടുത്ത് പിടിക്കാനാണെങ്കിലോ, ഫോണല്ല വേറെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ നമ്മൾ അടുത്ത് പിടിക്കുന്നു പറയാം അല്ലെ. അപ്പൊ പാസ്, പാസ് പക്കടോ എന്നാ പറയണ്ടേ. ഓക്കെ, ഇവിടെ ഫോൺ ദൂർ പക്കടോ, ഫോൺ ദൂരെ പിടിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, കണ്ണ് കേടാവും അല്ലെ. നെഹിയത്തോ ഖരാബ് ഹോഗി, എന്താണ്, അല്ലെങ്കിൽ കണ്ണ് കേടാവും എന്ന് പറയുന്ന. ഇവിടെ ഖരാബ് എന്നുള്ള വേർഡാണ്, കേടാവുക. നമ്മൾ പറയത്തില്ലേ മക്കളോട്, ഫോൺ ദൂരെ പിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കണ്ണ് കേടാവും അല്ലെ. ഫോൺ ദൂർ പക്കടോ നെഹിയത്തോ, അല്ലെങ്കിൽ നെഹി ഹേത്തോ. ഓക്കെ, ഖരാബ് ഹോഗി, ഹോഗി അല്ലെങ്കിൽ ഹോ ജായിക്ക്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഫോൺ നോക്കുന്നത് നിർത്തിയിട്ട് പോയി പഠിക്കാൻ പറയാം അല്ലെ. ഫോൺ നോക്കുന്നത് നിർത്തി പോയി പഠിക്കൂ എന്ന് പറയാനായിട്ട് കേട്ടോ. ഫോൺ ദേഖന ബന്ദ് കർക്കെ ജാക്കർ പഠായി കരോ. ഫോൺ ദേഖന ബന്ദ് കരോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൺ നോക്കുന്നത് നിർത്തു എന്ന് പറയുന്നതാ. ഇവിടെ നിർത്തിയിട്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബന്ദ് കർക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഫോൺ ദേഖന ബന്ദ് കർക്കെ ജാക്കർ പോയിട്ട് പഠിക്കും. പഠായി കരോ അല്ലെങ്കിൽ പഠോ എന്നും പറയാം കേട്ടോ. ഇവിടെ പഠന എന്ന് പറയുന്നത് പഠിക്കുക എന്ന് പറയാനും വായിക്കുക എന്ന് പറയാനും യൂസ് ചെയ്യുന്ന ഒരു വെർബാണ്. ഓക്കെ, അപ്പൊ ജാക്കർ പഠോ അല്ലെങ്കിൽ ജാക്കർ പഠായി കരോ. ഫോൺ ദേഖന ബന്ദ് കർക്കെ ജാക്കർ പഠായി കരോ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 സെന്റൻസുകൾ നമ്മൾ പലപ്പോഴായിട്ട് കുഞ്ഞുമക്കളുള്ള വീഡിയോകളൊക്കെ പറയുന്നതാണ് അല്ലെ. അപ്പൊ ഹിന്ദി സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഈ സെന്റൻസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കൂടാതെ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 50 ഡേയ്സ് ക്ലാസ് റണ്ണിംഗ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണാം. അതിൽ 15 റുപ്പീസിന് സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മുതൽ ഓർഡർ വൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്ന കുറച്ച് സെന്റൻസുകളുടെ 2-3 സെന്റൻസുകൾ നോക്കാം. മെയിനായിട്ട് നമ്മൾ പറയുന്നതല്ലേ, ഫോൺ നോക്കരുത്. അതല്ല, ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എന്താ പറയാ, ദൂരെ പിടിക്കാൻ. കുട്ടികളെ അടുത്തൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പറയാം അല്ലെ, ഫോൺ ദൂരെ പിടിക്ക്, അല്ലെങ്കിൽ കണ്ണ് കേടാവും. അതല്ലെങ്കിൽ എന്താ പറയാ, ഫോൺ നോക്കി നിർത്തിയിട്ട് പോയി പഠിക്ക് എന്നൊക്കെ പറയാം അല്ലെ.